this is one of his best performance. പുള്ളി ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ ഇങ്ങനെ ഒരു റൈറ്റിംഗിൽ തീരെ പോരാ. ടു ബി ഫ്രാങ്ക്, ഷാഹി കബീറിനെ പോലത്തെ ഒന്നും ഒരു റൈറ്റിംഗ് ഒന്നും ഇല്ല. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ സിനിമയുടെ റൈറ്ററും ഡയറക്ടറുമാണ്. ഈ സിനിമയുടെ എഴുത്തിനെ കുറിച്ച് എന്താ പറയാ, അതിന്റെ ഫ്ലോ ഓഫ് ഈവൻസ് എനിക്ക് മൊത്തത്തിൽ ഈ പടം ഭയങ്കര റൈറ്റിംഗിൽ ഭയങ്കര ലോ ആയിട്ട് തോന്നി. ടൊവിനോയുടെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് അതൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ അത് വല്ലാത്തൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിപ്പോയി. എന്താ എന്റെ ഉദ്ദേശം? ടൊവിനോയുടെ കുറെ കേസുണ്ട്. മൊത്തം അയ്യാഭാവം കളിയായിരുന്നു ടൊവിനോ ഇത്രയും സമയം. ടൊവിനോ ഒരു ചക്കരമുത്തിലൊരു ദിലീപില്ലേ, ഒരു ഭയങ്കര ഇങ്ങനെ ചിണുങ്ങി ഒരു ചിണുങ്ങി അങ്ങനെയാണ് ടൊവിനോ മൊത്തത്തിൽ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. മേക്കിംഗ് കൊള്ളാം, പെർഫോമൻസസ് കൊള്ളാം. പക്ഷെ എന്നാലും ടൊവിനോ പല സ്ഥലത്തും ഈ ചക്കരമുത്തൽ ദിലീപിനെ പോലെ ഇങ്ങനെ ചിണുങ്ങ ഇങ്ങനെ ചിണുങ്ങണ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്ന് പറയൂ. ഫ്ലാഷ് ബാക്ക്. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ, അതായത് സീനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക. എനിക്ക് ബെറ്റർ ആയിട്ട് ഈ റോള് കുറച്ചും കൂടെ ഒരു ടൈലർ മേഡായിട്ട് തോന്നുന്ന ആസിഫിനാണ്. നീയാണല്ലോ കോടതി. അങ്ങനെ ഒരു എന്താണ് ഒരു സിനിമ